ഇത് ഇത്രയും എടുത്തു വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് ഉരുളക്കിഴങ്ങ്, ചെറിയ ഉള്ളി, കുറച്ച് മുരിങ്ങയ്ക്ക, ഒരു സവാള പകുതി സവാളയാണ്, 2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില. അപ്പോൾ ഇത് നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഒരു ഇതുപോലത്തെ ഒരു കറിച്ചട്ടിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ മൺചട്ടിയിലോട്ട് നമുക്കിതൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് സവാള മാത്രം വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. ചെറിയ ഉള്ളി ഇപ്പോൾ കുറച്ച് ഞാൻ ഇതിലിട്ടിട്ടുണ്ട്. ചെറിയ ഉള്ളിയൊക്കെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ മുരിങ്ങയ്ക്ക് ഇതുപോലെ 2ആക്കിയാണ് ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ പച്ചമുളകും 2ആക്കിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ മൊത്തത്തിൽ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റിയിട്ടില്ല. കുറച്ച് ഉപ്പ് ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുത്തു. എന്നിട്ട് നമുക്കിത് വെള്ളം ചേർത്തൊന്ന് വേകാൻ വയ്ക്കണം. അതായത് ഇത് നമ്മൾ വെന്ത് കഴിയുമ്പോൾ ഒരു 3/4 ഭാഗത്തോളം വേവിച്ചാൽ മതി. അതിനുശേഷം ഞാൻ ഇതിലോട്ട് കുറച്ച് കൊഞ്ച് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കൊഞ്ച് കൂടി ഇതിലോട്ട് ചേർത്ത് നിങ്ങൾ എന്തായാലും ഒന്ന് വെച്ച് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് കൊഞ്ച് ഉണ്ടായിരുന്നത് കൊണ്ട് അതുകൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിത് കൊഞ്ച് തീയലായിട്ടും വെജിറ്റബിൾ തീയലായിട്ടും ഒക്കെ കണക്കാക്കാം. അപ്പോൾ ഞാൻ സ്റ്റൗ ഓണാക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വേകട്ടെ. ആ സമയത്ത്